നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. വികസനത്തിന്റെ വിസിൽ മുഴക്കം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കത്തിന് ഔദ്യോഗിക തുടക്കം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔപചാരിക സ്വീകരണം നൽകി. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് അവസാനിച്ചത്. 2015 നിർമ്മാണം ആരംഭിച്ച് 9 വർഷം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ചരക്ക് നീക്കത്തിന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിന്റെ ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന പ്രത്യേകതയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. 3 മാസം നീളുന്ന ട്രയൽ റണ്ണാണെങ്കിലും ഓപ്പറേഷൻ ആരംഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണ്ണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി സാൻ ഫെർണാണ്ടോ ഇന്ന് തന്നെ മടങ്ങുമെന്നാണ് നേരത്തെ തുറമുഖ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഓരോ ക്രെയിനുകളും സമയമെടുത്ത് പരിശോധിച്ചാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. കപ്പലിന്റെ മടക്കം ചിലപ്പോൾ ഞായറാഴ്ചത്തേക്ക് നീണ്ടേക്കും. മദർഷിപ്പ് തുറമുഖം വിട്ടാൽ 2 ഫീഡർ കപ്പലുകൾ ചരക്കെടുക്കാനെത്തും. MSCയുടെ 400 മീറ്റർ നീളമുള്ള കൂറ്റൻ മദർഷിപ്പ് അടുത്തയാഴ്ചകളിൽ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞം തുറമുഖം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. മദർഷിപ്പുകൾക്ക് യഥേഷ്ടം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. 2028 ഈ തുറമുഖം പൂർണ്ണ സജ്ജമാവുകയും ചെയ്യും. അതിനുള്ള തുടക്കമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, ടീം 24. വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും പ്രതിഫലിച്ചു. പദ്ധതി ഇടതു സർക്കാരിന്റെ കുഞ്ഞാണെന്ന് മന്ത്രി VN വാസവൻ അവകാശപ്പെട്ടു. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ M വിൻസെന്റ് MLA വേദിയിൽ അതൃപ്തി അറിയിച്ചു. തുറമുഖത്തിന്റെ ചരിത്രം മായ്ക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവിനെ ചൊല്ലിയുള്ള അവകാശവാദം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും നിഴലിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾ തള്ളി വിഴിഞ്ഞം ഇടത് സർക്കാരിന്റെ കുഞ്ഞെന്ന മന്ത്രി VN വാസവൻ. ഈ ഗവൺമെന്റ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുക്തതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നേറെ അഭിമാനത്തോടെ പറയുകയാണ്. ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്തെന്ന് 1ഉം 2ഉം പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുറമുഖത്തിന്റെ നിർണായക ഘട്ടങ്ങൾ പൂർത്തിയായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്ന വേദിയിൽ M വിൻസെന്റ് MLA. ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ പേരെഴുതി കഴിഞ്ഞുവെന്ന ചാണ്ടി ഉമ്മൻ. ആരെങ്കിലും കോൺട്രിബ്യൂഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ, അതിനെ ചരിത്ര നിഷേധം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന മുൻമന്ത്രി K ബാബുവും യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടിയുടെ വിഷനെന്ന MM ഹസനും പറഞ്ഞു. അതേസമയം അന്നും ഇന്നും ഉമ്മൻചാണ്ടി ശരിയായിരുന്നുവെന്നും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ സന്തോഷവും സങ്കടവും ഉണ്ടെന്നുമായിരുന്നു മറിയാമ്മ ഉമ്മന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളും ആത്മസമർപ്പണങ്ങളും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് സ്പീക്കർ AN ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷയം വിവാദമാക്കേണ്ട എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷത്തിനു വേണ്ടി സ്ഥലം MLAയും ചടങ്ങിൽ ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിച്ചതും മനമോഹൻ സർക്കാരിനെ വിമർശിച്ചതും ശ്രദ്ധേയമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് രാവിലെ 10:30 എത്തിയ മുഖ്യമന്ത്രി കണ്ടെയ്നർ ബർത്തിൽ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകി.
കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, തുറമുഖ അധികൃതർ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 11 മണിയോടെ ആരംഭിച്ച ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രയൽ റണ്ണിന് തുടക്കം കുറിച്ചു. വിഴിഞ്ഞത്തെ വികസനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതിൽ വിമർശനമുയർത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ച് പരാമർശം ഉണ്ടായില്ല. മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അഭിനന്ദിച്ചു. I would like to congratulate the government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ കോവളം MLA M. വിൻസെന്റ് എടുത്തു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൂടി പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് M. വിൻസെന്റ്. ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന്. 30 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമെന്ന് കരടദാനി. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister Shri Pinarayi Vijayan ji. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം നിവാസികളും അതിഥികളായി. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരുക തന്നെ ചെയ്യും. വിഴിഞ്ഞം അതിന്റെ വികസന യാത്ര തുടരുകയാണ്. ട്രയൽ റണ്ണിന് ആരംഭം. ഇനി കപ്പലുകളുടെ കാലം. VS മനീഷിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരും എന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു. പത്തനംതിട്ട, കോന്നി, കൊക്കാത്തോട്ടിൽ വനത്തിൽ കുടുങ്ങിയ വനംവകുപ്പ് ജീവനക്കാരെ രക്ഷിച്ചു. മലപ്പുറം, നിലമ്പൂർ, ആഢ്യൻപാറയിൽ മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുടുങ്ങിയ 3 യുവാക്കളെയും അഗ്നിരക്ഷാസേന സുരക്ഷിതമായി ഇക്കരയെത്തിച്ചു. കോഴിക്കോട് കാവിലുംപാറ മുറ്റത്തപ്ലാവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീമും കോഴിക്കോട് നിന്ന് മിഥില ബാലനും ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, എങ്ങനെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? അലക്സ്, മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇന്ന് സാധ്യത പ്രവചിക്കുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രിയും ആ മേഖലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും പുറമെ ആലപ്പുഴ, അതുപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉമേഷ്, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സമീർ ബിൻ കരീം ഇപ്പോൾ തിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ജില്ലയിൽ എങ്ങനെയാണ് മഴ? ഉന്മേഷ്, ജില്ലയുടെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ മലപ്പുറത്തിന് നിലമ്പൂരിനടുത്തുള്ള ആറ്റിൻപാറയിൽ വെള്ളച്ചാട്ടത്തിന് സമീപം 3 യുവാക്കൾ ഈ പുഴയ്ക്ക് അപ്പുറത്ത് വനത്തിൽ കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് അല്പസമയം മുന്നെയാണ് 3 പേരെയും ഫയർഫോഴ്സ് പുഴയ്ക്ക് കുറുകെ റോപ്പ് കെട്ടി നിലവിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ചിത്ര സ്വദേശികളായിട്ടുള്ള 3 യുവാക്കളാണ് ഇത്തരത്തിൽ അകപ്പെട്ടു പോയത്. ഏതാണ്ട് 6 അംഗ സംഘമായിരുന്നു ഈ ആറ്റിൻപാറ വെള്ളച്ചാട്ടം കാണാനായി എത്തിയത്. അതിനിടെ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സമയത്ത് പുഴയിൽ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടെ 6 പേരും ചിതറിയോടുന്ന ഒരു ഘട്ടമുണ്ടായി എന്നുള്ളതാണ്. അതിൽ 3 പേർ പുഴയ്ക്ക് ഇക്കരയും 3 പേർ പുഴയുടെ അക്കരെ, അതായത് വനത്തിനോട് ചേർന്ന ഭാഗത്തും കുടുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. വൈകുന്നേരം 5:30 കൂടിയാണ് സംഭവം. പിന്നീട് ഈ വനംവകുപ്പ് തന്നെ പോലീസും സംഭവ സ്ഥലത്തെത്തി റോപ്പ് കെട്ടി ഇവരെ എല്ലാവരും തന്നെ കരക്കെത്തിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ശക്തമായ മഴയും ഒപ്പം തന്നെ ഇരുട്ടും രക്ഷാപ്രവർത്തനത്തെ ഏറെ വൈകിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മിഥില ബാലൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഉച്ചയോടെ തുടങ്ങിയ മഴ കോഴിക്കോട് നിന്ന് അത് ശക്തമായി തുടരുകയാണോ? ഇപ്പോൾ എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ മിഥില?
ഉന്മേഷ്, കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇപ്പോൾ നിലവിൽ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. അതേസമയം തന്നെ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പേരാമ്പ്ര, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, നാദാപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുറ്റ്യാടി മേഖലയിലാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. കാവിലും പാറയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല കൊയിലാണ്ടിയിൽ ഗതാഗതം മരം പൊട്ടി വീണതിനെ തുടർന്ന് കൊയിലാണ്ടിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം അവിടെ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു മേഖല എന്നത് കുറ്റ്യാടി തന്നെയാണ്. കുറ്റ്യാടിയുടെ മലയോര മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടിൽപ്പാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തൊട്ടിൽപ്പാലം പുഴയുടെ കൈവഴിയായ പട്ട്യാട്ട് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരമാണ് കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ. എന്നിരുന്നാൽ പോലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോടും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ 25ഓളം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ കാലവർഷക്കെടുതിയുണ്ടായ, അതായത് മണ്ണിടിച്ചിൽ അത്തരം അത്യാഹിതങ്ങൾ ഉണ്ടായ പ്രദേശങ്ങൾ. അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ, എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടൻ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാണ് ഇത്തരത്തിൽ 25ഓളം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 11 പേർ മരിച്ചു. 12,204 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 173 പേർക്ക് ഡെങ്കിപ്പനിയും 22 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതും ആശങ്കയായി. നെയ്യാറ്റിൻകര കെയർ ഹോമിലെ അന്തേവാസികളാണ് 4 പേരും. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോളറ ബാധിതരുടെ എണ്ണം 12ആയി. ഇതിൽ 11 പേരും തിരുവനന്തപുരത്താണ്. കാസർഗോഡ് ഒരാൾ കോളറ ബാധിച്ച് ചികിത്സയിലാണ്. രോഗികളുടെ ആരോഗ്യനില തൃപ്തികരം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. 11 പനിമരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ചും 4 പേർ എലിപ്പനി ബാധിച്ചുമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. 24 തിരുവനന്തപുരം. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണം. നിരവധി ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് വകമാറ്റി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. കേസ് എടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നത് എന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു. ഇ ഡിയുടേത് സാധാരണ നടപടിയെന്നും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. 1.5 മാസം മുമ്പ് നോട്ടീസ് അയച്ചിരുന്നു. കണക്കുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അതുപ്രകാരം എല്ലാ കണക്കുകളും ഹാജരാക്കി. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. ഈ മാസം ആ ഫയൽ ക്ലോസ് ചെയ്യുമെന്നും അവരറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇ ഡി അന്വേഷണം ഉണ്ടായെന്നും ഇ ഡി അന്വേഷിക്കുന്നതിൽ ചായപ്പൊടിയും ഫിജി കാർട്ടും ഒക്കെ അന്വേഷിക്കേണ്ടെന്നാണ് പറയുന്നത്. അവരന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ, കള്ളപ്പണ ഇടപാടുണ്ടോ, അത് നമ്മളെല്ലാം പരിശോധിച്ച് നോക്കി. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. വാർത്താമഴയിലേക്ക് തിരികെ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിന് പട്ടിക അയക്കാൻ സർക്കാരിന് എന്തവകാശമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ ഇടപെടൽ പാടില്ലെന്ന് കണ്ണൂർ സർവകലാശാല വിഷയത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ അയച്ച പട്ടിക താൻ കണ്ടിട്ടില്ലെന്നും ഗവർണർ 24നോട് പറഞ്ഞു. When they have sent the panel and who are they to send the panel? So Honorable Supreme Court has said in the case of Kannur that this, without any interference, the Chancellor has to interfere, has to exercise his authority. So in the case of Kannur University, what is the judgment? And then I have not seen any panel. I have been informed that yesterday the office has received some communication. Yesterday when I was in Tirshore, this decision was taken. This is not taken on the eve of the someone demeaning office. The decision was taken last week and I had signed last week. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തെന്ന് പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ. കഞ്ചാവുമായി യദു എക്സൈസിന്റെ പിടിയിലായത് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് ഗുരുതര വെളിപ്പെടുത്തൽ. കോൺഗ്രസ് മറുപടി പറയണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. അതിനിടെ കാപ്പ പ്രതിക്കൊപ്പം CPIM-ലെത്തിയ സംഘത്തിൽ വധശ്രമക്കേസ് പ്രതിയുമുണ്ടെന്ന വിവരം ഇന്ന് പുറത്തുവന്നു. ഞങ്ങളുടെ BJP-യിലെ സൂരജലന്തൂർ എന്ന് പറഞ്ഞ ഒരാൾ BJP-യിൽ നിന്ന് യുവമോർച്ചയ്ക്കൊരു നേതൃത്വം കൊടുക്കുകയും അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും
ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും വോട്ടുകളായിട്ട് 350-400 വോട്ടുകൾ എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്. CPIM-ൽ എത്തിയതിന് പിന്നാലെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട യദുകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യദുവിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന് വേണ്ടി 400 വോട്ടുകൾ യുവമോർച്ചക്കാരാണ് ചെയ്തതെന്ന് യദു ആരോപിക്കുന്നു. താൻ നേരിട്ടിടപെട്ട് 40ഓളം വോട്ടുകൾ ചെയ്യിപ്പിച്ചു. സഹായിച്ചിട്ടും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും യദുകൃഷ്ണ. ഇന്ദുചൂടൻ, വിജയ് ഇന്ദുചൂടൻ, ജില്ലാ പ്രസിഡന്റ്. ആ വോട്ട് ഞങ്ങളൊരു 400 പേരോളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 40 പേരോളം ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. യദുകൃഷ്ണന്റെ ആരോപണം ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മറുപടി പറയണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാരണം ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണ്. ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തീർച്ചയായിട്ടും മറുപടി പറയണം. BJP വിട്ടെത്തിയവർക്കൊപ്പം SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ 4ാം പ്രതിയായ സുധീഷുമുണ്ടെന്ന വിവരം CPIM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കേസ് നിയമപരമായി ഒത്തുതീർപ്പാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. രാഷ്ട്രീയ കേസുകളുടെ പേരിൽ പാർട്ടിയിലേക്ക് എത്തുന്നവരെ എന്തിനു മാറ്റി നിർത്തണമെന്നും CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു ചോദിച്ചു. കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനെതിരെയുള്ളത് രാഷ്ട്രീയ കേസുകളാണെന്നും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിയിലായ യദുകൃഷ്ണനെ ഗൂഢാലോചന നടത്തി കുടുക്കിയതാണെന്നുമാണ് CPIM പറയുന്നത്. 24 പത്തനംതിട്ട. SFIക്കെതിരായ വിമർശനം മയപ്പെടുത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന ആശയമാണ് SFI. SFIയും AISFും ക്യാമ്പസുകളിൽ ഏറ്റുമുട്ടരുത് എന്ന് ബിനോയ് വിശ്വം. ഞാൻ പറഞ്ഞ കാര്യം ഒരു കാരണവശാലും പാർട്ടി സെക്രട്ടറിയെ രക്ഷിക്കാൻ വേണ്ടി AISFുകാർ രംഗത്ത് വരേണ്ട. AISFുകാർ അതിനുവേണ്ടി ഒരു ക്യാമ്പസിലും തർക്കമുണ്ടാക്കാൻ പോകരുത്. SFIയോട് AISF-SFI ബന്ധമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പാർട്ടി സെക്രട്ടറിയെ പറ്റി ഏതെങ്കിലും ഒരു SFIക്കാരൻ തുടരെ തന്നെ AISFുകാർ പാലെടുക്കേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പിണറായി വിജയനുമായി തനിക്ക് നല്ല ബന്ധം എന്നും ബിനോയ് വിശ്വം. എല്ലാ കുറവും CPIM-ന്റേത് എന്ന് പറയുന്നവരല്ല CPI-ക്കാർ. 2 പാർട്ടികളും തിരുത്തേണ്ടതുണ്ട് എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. പലരും ചോദിക്കുന്നു, CPM അല്ല കുറ്റമൊഴി ചെയ്തത്, CPIക്ക് എന്താ ദോഷം? എൻ്റെ മറുപടി, ദോഷം ലെഫ്റ്റിൻ്റെതാണ്, കുറവ് ലെഫ്റ്റിൻ്റെതാണ്. 1000 നന്മയുണ്ട് ഞങ്ങൾക്ക്, 1000 നന്മ. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കുറേ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ആ പാളിച്ചയ്ക്ക് തിരുത്തൽ വേണം. ആ തിരുത്തലിൻ്റെ കാര്യത്തിൽ CPM മാത്രം തിരുത്തിയാൽ പോരാ, CPIയും തിരുത്തണം. പക്ഷേ ചിലർ പറഞ്ഞു എളുപ്പത്തിൽ മാർഗമുണ്ട്, പിണറായി വിജയൻ്റെ എല്ലാം കെട്ടിവെക്കുക. ഞാൻ പറഞ്ഞില്ല, പിണറായി വിജയൻ്റെ മാത്രം കുറ്റമല്ലത്, കുറ്റം ഞങ്ങളെല്ലാവരുടെയും കൂടിയാണ്. PSC കോഴ വിവാദത്തിനിടെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർണായക യോഗം നാളെ. പാർട്ടിക്ക് വിശദീകരണം നൽകിയ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി എടുക്കുന്നതിൽ നാളെ തീരുമാനമുണ്ടായേക്കും. PSC കോഴ ഒത്തുതീർപ്പാക്കിയെന്ന് UDFും മന്ത്രിസഭയിലെ വമ്പൻ സ്രാവാണ് സംഭവത്തിന് പിന്നിലെന്ന് BJPയും ആരോപിച്ചു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDFും BJPയും. PSC ആസ്ഥാനത്തേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോഴയാരോപണം പാർട്ടിയാണോ അന്വേഷിക്കേണ്ടതെന്ന് UDF കൺവീനർ MM ഹസൻ. ഇതുപോലുള്ളൊരു കോഴ ആരോപണം ഉയർന്നു വന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമല്ലേ FIR എടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്യണ്ടേ? സംഭവം CBIയോ ഹൈക്കോടതിയോ അന്വേഷിക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേരള PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്ന തരത്തിലുള്ള, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആവശ്യം, ഒന്നുകിൽ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണം. കോഴയാരോപണം പുറത്തു വന്ന ശേഷമുള്ള CPIM-ന്റെ ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നാളെ നടക്കും. പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി നൽകിയ വിശദീകരണവും പരിശോധിച്ചാകും പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വം നിലനിർത്തി സ്ഥാനങ്ങളിൽ നിന്ന് പ്രമോദ് കോട്ടൂളിയെ നീക്കാനാണ് സാധ്യത. 24 കോഴിക്കോട്.
പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ എം മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സംബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ നിർദ്ദേശിച്ചതായും അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുമെന്നും KCA ഭാരവാഹികൾ അറിയിച്ചു. കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മനുഷ്യാവകാശ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഒരു മാസമായി തുടരുന്ന വിവാദത്തിൽ വിശദീകരണവുമായി KCA രംഗത്തെത്തിയത്. 2012 മനു KCAയിൽ പരിശീലകനായി എത്തിയത്. 2022 മനുവിനെതിരെ ആദ്യ ആരോപണം. എന്നാൽ അന്നാരും പരാതി നൽകിയിരുന്നില്ല. പിന്നീട് ചൈൽഡ് ലൈനും പോലീസും അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. മനുവിനെ മാറ്റി നിർത്തിയെങ്കിലും ചില കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ലെന്ന് KCAയുടെ കുറ്റസമ്മതം. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. മനുവിനെതിരെ പരാതി ലഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 19 ഭാരവാഹികൾ പറഞ്ഞു. വിശദീകരണം തേടിയെങ്കിലും 21 തീയതി മനു രാജി നൽകി. മനുവിന് ജോലി നൽകരുതെന്ന് KCA എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും രേഖാമൂലം അറിയിച്ചു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകിയെന്ന് KCA അറിയിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ഇരയായ പെൺകുട്ടി മൊഴിമാറ്റിയത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. ഭർത്താവിനെതിരെ നൽകിയ പരാതിയിൽ നിന്ന് യുവതി പിന്മാറിയെങ്കിലും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം. FIR രജിസ്റ്റർ ചെയ്ത് 60-ാം ദിവസമാണ് ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. രാഹുലിന്റെ മാതാവ്, സഹോദരി എന്നിവരാണ് ആദ്യ 3 പ്രതികൾ. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4-ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5-ാം പ്രതിയുമാണ്. പ്രതികൾക്കെതിരെ 5 വകുപ്പുകൾ ചുമത്തി. പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത മാസം 8-നാണ് ഹൈക്കോടതി പരിഗണിക്കാനിരുന്നത്. കേസ് ഒത്തുതീർപ്പായെന്നും FIR റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം. ഹർജിയിൽ സർക്കാരിനും പന്തീരങ്കാവ് SHOയ്ക്കും പരാതിക്കാരിക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതിനിടയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ 1-ാം പ്രതി രാഹുൽ ഇപ്പോഴും വിദേശത്താണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് തിരികെ. പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിയ കോൺഗ്രസിനെ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് പ്രതിരോധിക്കാൻ BJP. ജൂൺ 25 ഇനി മുതൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം. അടിയന്തരാവസ്ഥയിൽ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ അനുസ്മരിക്കാനാണ് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുന്നത് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തി. 10 വർഷം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനം ധാർമ്മികമായി പരാജയപ്പെടുത്തിയ ജൂൺ 4 മോദി മുക്ത ദിനമായി ആചരിക്കുമെന്ന് ജയറാം രമേശ് തിരിച്ചടിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം. ED രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന ഹർജിയിലെ നിയമവിഷയങ്ങൾ 3-അംഗ ബെഞ്ചിന് വിട്ടു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി റൌസ് അവന്യൂ കോടതി ഈ മാസം 25 വരെ നീട്ടി. ED അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദിബാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെയാണ് ED കസ്റ്റഡിയിൽ എടുത്തതെന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുമാണ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത്. 2-അംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഇതെന്നും വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്നും വ്യക്തമാക്കിയാണ് ഹർജി 3-അംഗ ബെഞ്ചിന് വിട്ടത്. 3-അംഗ ബെഞ്ച് തീരുമാനമെടുക്കും വരെ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കരുത്, ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പുവെക്കരുത്, സാക്ഷികളെ ബന്ധപ്പെടരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കെജ്രിവാൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. അതിനാൽ സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടാനാകില്ലെന്നും അക്കാര്യം കെജ്രിവാളാണ് തീരുമാനിക്കേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം CBI രജിസ്റ്റർ ചെയ്ത കേസിൽ റൌസ് അവന്യൂ പ്രത്യേക കോടതി കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 25 വരെ നീട്ടി. 24 ഡൽഹി. നേപ്പാളിൽ പ്രളയം. മണ്ണിടിച്ചിലിൽ 2 ബസ്സുകൾ ഒലിച്ചുപോയി. 7 ഇന്ത്യക്കാർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അസമിലും പ്രളയക്കെടുതി രൂക്ഷമാണ്. വിവിധ ജില്ലകളിലായി 14 ലക്ഷത്തോളം പേർ ദുരിതബാധിതരാണ്. നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ പുലർച്ചെ 3:30 അപകടം. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ടത്. 2 ബസ്സുകളിലായി ഡ്രൈവർമാരടക്കം 63 പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 7 ഇന്ത്യക്കാർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.
കനത്ത മഴയും തൃശൂലി നദി കരകവിഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപകടം ഏറെ ദുഃഖകരമെന്നും കാണാതായവരെ എത്രയും വേഗം കണ്ടെത്താനും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയതായും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ വ്യക്തമാക്കി. കാഠ്മണ്ഡുവിൽ നിന്ന് ഭരത്പൂർ, ചിത്വാൻ എന്നിവിടങ്ങളിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കി. അസമിലും പ്രളയക്കെടുതി തുടരുന്നു. 14 ലക്ഷത്തോളം പേർ ഇപ്പോഴും ദുരിതത്തിലാണ്. കച്ചാർ, ബാർപേട്ട, കാംരൂപ്, ഗോലാഘട്ട് തുടങ്ങി 26 ജില്ലകളിൽ വെള്ളക്കെട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. അസമിൽ ക്ലോക്ക് ടവർ നിർമ്മിക്കാൻ ഗാന്ധി പ്രതിമ നീക്കം ചെയ്തത് വിവാദത്തിൽ. പ്രതിഷേധവുമായി ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിനെ മർദ്ദിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കോടതി. ഗവർണർ CV ആനന്ദബോസിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പശ്ചിമ ബംഗാൾ സർക്കാർ. ഹർജി നൽകിയത് നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകാത്തതിന് എതിരെ. സ്മൃതി ഇറാനിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആളുകളെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും ബലഹീനതയാണ്, ശക്തിയല്ലെന്നും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. അഗ്നിവീർ പദ്ധതിയിൽ സുപ്രധാന തീരുമാനവുമായി ആഭ്യന്തര മന്ത്രാലയം. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ അഗ്നിവീറിന് സംവരണം നൽകാൻ തീരുമാനം. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.